ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യ വിജയവുമായി മുംബൈ ഇന്ത്യൻസ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 8 വിക്കറ്റിനാണ് മുംബൈ ഇന്ത്യൻസ് തകർത്തെറിഞ്ഞത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 16.2 ഓവറിൽ വെറും 116 റൺസിലോളുണ്ടായി. മറുപടി ബാറ്റിംഗിൽ 12.5 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ലക്ഷ്യത്തിലെത്തി. ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്ത മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ തീരുമാനം ശരിവെച്ചായിരുന്നു ബൌളർമാരുടെ മിന്നലാക്രമണം. ആദ്യ ഓവറിന്റെ 4-ാം പന്തിൽ തന്നെ റൺസെടുക്കും മുമ്പ് സുനിൽ നരേനെ മടക്കി ട്രെന്റ് ബോൾട്ടാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത്. കൊൽക്കത്ത നിരയിൽ ആർക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ല. 26 റൺസെടുത്ത ആംഗ്രീഷ് രഘുവംശിയാണ് കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറർ. 22 റൺസെടുത്ത രമൺദീപ് സിംഗിന്റെ പ്രകടനം കൊൽക്കത്തയെ 100 കടത്തി. മനീഷ് പാണ്ഡെ 19, റിങ്കു സിംഗ് 17 എന്നിങ്ങനെയും സ്കോർ ചെയ്തു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ 4 വിക്കറ്റുകളാണ് മുംബൈ ഇന്ത്യൻസിനായുള്ള അരങ്ങേറ്റത്തിൽ ഇടം കയ്യൻ പേസർ അശ്വനി കുമാർ എറിഞ്ഞിട്ടത്. അജിങ്ക്യ രഹാനെ, റിങ്കു സിംഗ്, മനീഷ് പാണ്ഡെ, ആന്ധ്ര റസ്സൽ എന്നിവരാണ് അശ്വനിയുടെ ഇരകൾ. 3 ഓവറിൽ 24 റൺസ് വിട്ടുകൊടുത്താണ് അശ്വനിയുടെ 4 വിക്കറ്റ് നേട്ടം. മറുപടി ബാറ്റിംഗിൽ മുംബൈക്കായി റയൻ റിക്ടൺ ഒരിടത്ത് ഉറച്ചുനിന്ന് പൊരുതി. 41 പന്തിൽ 4 ഫോറും 5 സിക്സറും സഹിതം റിക്ടൺ 62 റൺസുമായി പുറത്താകാതെ നിന്നു. 9 പന്തിൽ 3 ഫോറും 2 സിക്സറും സഹിതം പുറത്താകാതെ 27 റൺസെടുത്ത സൂര്യകുമാർ യാദവിന്റെ പ്രകടനമാണ് മുംബൈ വിജയം വേഗത്തിലാക്കിയത്. രോഹിത് ശർമ്മ 13, വിൽ ജാക്സ് 16 എന്നിവരുടെ വിക്കറ്റുകളാണ് മുംബൈക്ക് നഷ്ടമായത്. ഈ 2 വിക്കറ്റും നേടിയത് ആൻഡ്രെ റസ്സലാണ്.